തൗഹീദിൽ ജീവിക്കാൻ കഴിയുന്നു എന്നത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹൂ ഹുവ ഖൈറു മിമ്മാ യജ്മഊൻ. പറയുക അല്ലാഹുവിൻ്റെ റസൂലെ, ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, അല്ലാഹുവിൻ്റെ ഔദാര്യം കൊണ്ട്, അല്ലാഹു നൽകിയ ഫദ്ൽ കൊണ്ട്, അവൻ നൽകിയ അനുഗ്രഹം കൊണ്ട് അവർ ഫൽയഫ്റഹൂ, അവർ സന്തോഷിക്കട്ടെ. തൗഹീദിലേക്ക് അല്ലാഹു നിന്നെ നയിച്ചു എന്നതിൽ നിനക്ക് സന്തോഷമുണ്ടാകണം, നിനക്ക് അതിൽ ആഹ്ലാദമുണ്ടാകണം. അതുകൊണ്ടാണ് തൗഹീദ് അത് ജീവിതത്തിൽ പാലിക്കുന്നവൻ അവൻ ദുനിയാവിൽ ഏറ്റവും വലിയ നിഅമത്ത് ലഭിച്ചവനാണ്, ഏറ്റവും വലിയ അനുഗ്രഹം ലഭിച്ചവനാണ്. തൗഹീദ് ലഭിച്ചതിലുള്ള സന്തോഷം ഉണ്ടാകുന്നത് പോലെ തന്നെ രണ്ടാമത് അവൻ ഉണ്ടായിരിക്കേണ്ട കാര്യം, അവൻ്റെ മനസ്സിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന കാര്യം എന്താണ്? ഈ അനുഗ്രഹം അത് അവൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയമാണ്. ഏത് അനുഗ്രഹങ്ങളും ദുനിയാവിൽ വർദ്ധിക്കുന്നതിനനുസരിച്ച് സ്വാഭാവികമായും അധികരിക്കുന്ന കാര്യമാണ്. അത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടി. ഏത് കാര്യം അങ്ങനെ? സമ്പത്ത് തീരെ ഇല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം സമാധാനത്തിലാണ്, അവന് കടത്തിണ്ണയിൽ വരെ സുഖസുന്ദരമായി കിടന്നുറങ്ങും. സമ്പത്ത് അധികരിച്ചവനെ സംബന്ധിച്ചിടത്തോളം ഇത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയമുണ്ടായിരിക്കും. അവന് അള്ളാഹു കുഞ്ഞിനെ നൽകിയിരിക്കുന്നു, അനുഗ്രഹമാണത്. ആ കുഞ്ഞ് വളർന്നു വരുന്ന ഓരോ ഘട്ടങ്ങൾ കാണുമ്പോഴും അവൻ്റെ മനസ്സിൽ ആ സന്തോഷത്തോടൊപ്പം അവനുണ്ടായിരിക്കാവുന്ന ഒരു പേടി എന്താണ്? ഈ കുട്ടിക്ക് എന്തെങ്കിലും പറ്റി, എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ മകൻ നഷ്ടപ്പെട്ടു പോകുമോ, എൻ്റെ മകളെ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടി ഏതൊരു അനുഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഉണ്ടായിരിക്കും. തൗഹീദിൻ്റെ കാര്യത്തിലും ഇതുണ്ട്. തൗഹീദിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൻ്റെ നേർവിപരീതമായ വശത്തിൽ ഞാൻ ചെന്ന് പെട്ടുപോകുമോ എന്ന പേടി അവനുണ്ടായിരിക്കണം. കാരണം അങ്ങനെ വടികേടിലേക്ക് എത്തിപ്പെടുകയും ആ മാർഗത്തിൽ മരിച്ചു പോവുകയും ചെയ്ത അനേകം ആളുകളെ നിനക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം, പ്രവർത്തനങ്ങൾ പരിഗണിക്കപ്പെടുക അതിൻ്റെ അവസാനം നോക്കിക്കൊണ്ടാണ്. നീ തൗഹീദിൽ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായി എന്നത് പരിഗണിക്കപ്പെടില്ല, നിന്റെ അവസാനത്തിൽ നിനക്കത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ. തൗഹീദ് നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടി അവനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. പ്രത്യേകിച്ചും മനുഷ്യർ, നമ്മളെല്ലാവരും ജീവിതത്തിൽ തിന്മകൾ സംഭവിച്ചു പോകുന്നവരാണ്. കുല്ലു ബനി ആദം ഖത്താ വഖൈറുൽ ഖത്താഈന അത്തവാബൂൻ. മനുഷ്യരെല്ലാം തിന്മകൾ സംഭവിക്കുന്നവരാണ്. എല്ലാ മനുഷ്യർക്കും തിന്മകൾ സംഭവിക്കും. അവരിൽ ഏറ്റവും നല്ലവർ തൗബ ചെയ്യുന്നവരാണ്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, മാ നസല ബലാഉൻ ഇല്ലാ ബിദംബിൻ. ഒരു കുഴപ്പവും ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും ഒരാളെ ബാധിക്കുകയില്ല ഇല്ലാ ബിദംബ്, അവൻ ചെയ്ത തിന്മകൾ കൊണ്ടല്ല. നിന്റെ തിന്മകൾ കൊണ്ട് ചിലപ്പോൾ നിനക്ക് ദുനിയാവിൽ ചിലത് നഷ്ടപ്പെട്ടേക്കാം, ചിലപ്പോൾ ദീനിൽ ചിലത് നിനക്ക് നഷ്ടപ്പെട്ടേക്കാം, ചിലപ്പോൾ ആ തിന്മകൾ നിന്റെ തൗഹീദിനെ വരെ നഷ്ടപ്പെടുത്തിയേക്കാം. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത് അൽ കബാഇർ ബരീദുൽ കുഫർ, വൻപാപങ്ങൾ കുഫറിലേക്ക് വടിയൊരുക്കുന്ന മാർഗമാണ്. പാപങ്ങളിൽ തുടർന്നു പോകുന്നത് ചിലപ്പോൾ നിന്നെ ശിർക്കിലേക്കും അതുവഴി ചിലപ്പോൾ കുഫറിലേക്കും ഇസ്ലാമിൽ നിന്ന് തന്നെ നീ പുറത്തു പോകുന്നതിലേക്കും എത്തിപ്പോകും. അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകൾ ആലോചിച്ചുള്ള പേടി അവനുണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ തിന്മകളുടെ പേരിൽ അവ എനിക്ക് പുറത്തു നൽകാതിരിക്കുമോ, അതല്ലെങ്കിൽ എൻ്റെ തിന്മകൾ കാരണത്താൽ ഞാൻ വഴിപിഴച്ചു പോകുമോ എന്ന പേടി അവൻ എപ്പോഴും ഉണ്ടായിരിക്കണം. തൗഹീദ് രണ്ട് കാര്യങ്ങൾ സമ്മാനിക്കുന്നു. ഒന്ന് സന്തോഷമാണ് എങ്കിൽ മറ്റൊന്ന് പേടിയാണ്.